വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രശ്നത്തെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ മലയോര മേഖലകളിലെ വന്യമൃഗ പ്രശ്നം തന്നെയാണ്. അത് പലയിടങ്ങളിലും രൂക്ഷമായ രീതിയിലാണ് തുടരുന്നത് എന്നതാണ് അതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ കേന്ദ്ര വനം വന്യജീവി നിയമം തന്നെയാണ്. 1972 ആ നിയമം വെച്ച് നമുക്ക് അധികം ഒന്നും വന്യജീവികൾക്കെതിരെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഒരു മൃഗത്തെ പിടികൂടണമെങ്കിൽ പോലും എത്രമാത്രം ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ നിയമം ഭേദഗതി ചെയ്യാതെ വന്യജീവി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഇപ്പോൾ എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി കൂവക്കണ്ടം മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പിണ്ടിമന പ്രദേശത്തെത്തിയ ആനകൾ ഫെൻസിങ്ങും ടിൻ ഷീറ്റുകളും തകർത്താണ് കൃഷിയിടങ്ങളിലേക്ക് എത്തിയത്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ കൂവക്കണ്ടത്തും പിണ്ടിമന പഞ്ചായത്തിലെ 12ാം വാർഡിലുമാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കൂവക്കണ്ടത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം മനോജ് എന്ന കർഷകന്റെ 200ഓളം വാഴകളും 1 ഏക്കറോളം പൈനാപ്പിളും 500ഓളം ചക്കകളും നശിപ്പിച്ചു. മൃഗശല്യം ഒഴിവാക്കാൻ സ്ഥാപിച്ച ഫെൻസിങ്ങും കയ്യാലകളും തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. എനിക്ക് അത് കാരണം ഞാനത് കൊക്കോയും വാഴയും വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ അതിനോട് ചേർന്നുള്ള പ്രദേശത്തെ പ്ലാവിൻ്റെ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. ആ തോട്ടത്തിലെ കംപ്ലീറ്റ് ഒരു 500 ചക്കെങ്കിലും ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പിണ്ടിമനയിൽ രാത്രിയോടെ ഫെൻസിംഗ് തകർത്തെത്തിയ ആനകൾ പൈനാപ്പിൾ, റബ്ബർ തൈകൾ, വാഴ, കയ്യാലകൾ, ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ടിൻഷീറ്റുകൾ എന്നിവ നശിപ്പിച്ചു. കർഷകരായ മൈക്കുളങ്ങര വീട്ടിൽ കുര്യാക്കോസ്, വീപ്പനാട്ട് വീട്ടിൽ ഏലിയാസ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. ഈ ഒരു മാസക്കാലമായിട്ട് ഈ ആനകൾ 2 പ്രാവശ്യം ഇപ്പോൾ കയറി വരുന്നത്. ഇന്നലെ ഒരു 5-8ഓളം ആനകൾ വന്ന് അതിൻ്റെ ഷീറ്റുകളെല്ലാം തകർക്കുകയും ഒരു വല്ലാത്ത നാശനഷ്ടം 2 ലക്ഷത്തിന് മേലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കാട്ടാനകളെ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.